ഹായ് എവരിവൺ, ദിസ് ഇസ് മീ കസാക്ക് ബെഞ്ചാലി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് നന്നായിട്ട് ജോലി ചെയ്യണം, ഫണ്ട് സേവ് ചെയ്യണം, നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല രീതിയിലൊരു ബിസിനസ്മാൻ ആകണം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫിൽ നന്നായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കണം എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്മാൻ ആയി മാറണം, നിങ്ങൾ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ബിസിനസ്സിൽ വലിയ സക്സസ് ഉണ്ടാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ രീതിയിലുള്ള ലോണുകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഏതൊക്കെ ലോണുകളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആണ് ഇന്നത്തെ വീഡിയോ. സാമ്പത്തികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അച്ചടക്കത്തിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സഹായിക്കുന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് 3 ടൈപ്പ് ലോണുകളാണ് നിങ്ങൾ എടുക്കാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ ലോണിലേക്ക് പോകാൻ പാടില്ലാത്തത്. ലോണെന്ന് പറയുന്നത് ശരിക്ക് ഒരു മാനസിക രോഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഒരു രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ എല്ലാ ലോണുകളും സാമ്പത്തിക രോഗത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളല്ല. മറിച്ച് ചില ആളുകൾ നമുക്കറിയാം, അവരെന്തിനും ലോണിന് ഡിപ്പെൻഡ് ചെയ്യും. ഒരിക്കലും തന്നെ മറ്റ് ആൾട്ടർനേറ്റീവ് സോഴ്സ്, ലോണല്ലാത്ത മറ്റൊരു സോഴ്സ് ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാതെ എന്തൊരു സംഗതിയാണെങ്കിലും ശരി, ഒരു അഡീഷണൽ എഫേർട്ടോ അഡീഷണൽ ടാസ്കോ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആദ്യം തന്നെ ബാങ്കും ലോണും ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എൻ്റെ അടുത്തൊരു ബന്ധു തന്നെ ഇതിൻ്റെ ഒരു ഇരയാണ്. അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തിനും ബാങ്കിനെയും ലോണിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയിൽ എന്നും കഴിഞ്ഞു കൂടുന്നൊരു വ്യക്തിയാണ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഒരാൾ. അപ്പം അനലൈസ് ചെയ്യുന്ന മനസ്സിലാകുന്നത്, ഇത് ലോൺ എന്ന് പറയുന്നത് ഒരു തരം മാനസിക രോഗം പോലെ തന്നെ പിടികൂടിയിരിക്കുകയാണ്. ലോണ് എടുക്കുക, എന്ത് കാര്യം ചെയ്യാനും ലോണിനെ ഡിപ്പെൻഡ് ചെയ്യുക, എന്നിട്ട് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോവുക, പിന്നെ മറ്റുള്ളവരൊക്കെ ഒരുപാട് സഹായിച്ചിട്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സഹായിക്കുക, വീണ്ടും ലോൺ എടുക്കുക, അതിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്. അപ്പം ഒരുപാട് ആളുകളിൽ അതുണ്ട്. പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡും മറ്റുമൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സമാധാനം നഷ്ടപ്പെടുന്നതിൽ ക്രെഡിറ്റ് കാർഡ്, ഇത്തരത്തിലുള്ള ലോണുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ സാന്ദർഭികമായിട്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഒന്നാമത്തെ ലോൺ എന്ന് പറയുന്നത് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഡ്രസ്സിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നുണ്ട്. അത്ഭുതം തോന്നുന്നുണ്ടാവും, പക്ഷേ ഇന്ന് അതിനും ലോണ് കിട്ടും. ഒരുപാട് മൊബൈൽ ഓപ്ഷൻസ് ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ വളരെ കുറഞ്ഞ എമൗണ്ടുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ബട്ടണിലൂടെ ലോണ് തരുന്ന കമ്പനികളുണ്ട്. അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ വഴി പിന്നീട് പേ ചെയ്താൽ മതി, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്താൽ മതി എന്ന രീതിയിൽ ലോണ് തരുന്ന ബാങ്കുകളും സ്ഥാപനങ്ങളും ഉണ്ട്. നിങ്ങൾ ഒരിക്കലും തന്നെ ഭക്ഷണം വാങ്ങിക്കാനും മിനിമം ഡ്രസ്സ് വാങ്ങിക്കാനും നിങ്ങൾ ലോണിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലോണിലേക്ക് പോകരുത്. അതെന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ലോണിന് ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സേവിങ് ഹാബിറ്റിനെ നഷ്ടപ്പെടുത്തി നിങ്ങളുടെ സേവിങ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുകയും, മാത്രമല്ല ലോണിൽ നിങ്ങൾ വാങ്ങിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യമുള്ളതിൻ്റെ 3-4 ഇരട്ടി എപ്പോഴും വാങ്ങിക്കുകയും അത് നിങ്ങളുടെ പോക്കറ്റ് നിരന്തരമായിട്ട് കാലിയാക്കിയിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. രണ്ടാമത്തതിനകത്തുള്ള റിസ്ക്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുമ്പോൾ എപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് അതിൻ്റെ മാക്സിമത്തിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. ഏതെങ്കിലും ഒരു അത്യാവശ്യ ഇൻസിഡൻറ്റ് അവരുടെ ലൈഫിലേക്ക് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ എമർജൻസി വരുന്ന സിറ്റുവേഷനിൽ ഇവർ ഇതുകൊണ്ട് റീപേ ചെയ്യാം, അതല്ലെങ്കിൽ ആ ഡ്യൂ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അടക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റിവെച്ച പണം വേറെ ഏതെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയിട്ടോ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെയോ ചിലവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ സംഭവിക്കാൻ പോകുന്നത് പെനാൽറ്റിയാണ്. ലേറ്റ് പേയ്മെൻറ്റ് പെനാൽറ്റിയും വരുന്നുണ്ട് ബാങ്കിൻ്റെ വക. കൂടാതെ അതിൻ്റെ പുറത്ത് ലേറ്റായിട്ട് അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ടിൻ്റെ പുറത്ത് കൊടുക്കേണ്ടി വരുന്ന ഹ്യൂജ് റേറ്റ് ഇൻട്രസ്റ്റ് ആണ്. 48% ഒക്കെ ഇൻട്രസ്റ്റ് വരെ ചില ബാങ്കുകളൊക്കെ ഈടാക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഭീകരമായ രീതിയിൽ താഴോട്ട് പോകുകയും നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിപ്പോവാൻ കഴിയാതെ വരികയും ചെയ്യും.
ലോൺ എടുത്തിട്ട് ഫുഡ് വാങ്ങിക്കാനും അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള കാശ് മുടക്കിയിട്ട് ഈ 2 സാധനങ്ങളും വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനൊരിക്കലും തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡ് ലോണാണെങ്കിലും ശരി എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ അതിലേക്കും നമ്മൾ ലോൺ എടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ളതിൻ്റെ 4 ഇരട്ടി വാങ്ങിക്കുകയും എപ്പോഴും ഒരു 3-4 ഇരട്ടി നമുക്ക് ഓരോ മാസവും ആവശ്യമുള്ളതിലേറെ എക്സസ് എമൗണ്ട് നമുക്ക് എപ്പോഴും റീപേയ്മെൻറ്റ്, ലോൺ പേയ്മെൻറ്റും ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുമായിട്ട് കിടക്കുകയും അത് വലിയ തോതിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് പെനാൽറ്റിയും അതുപോലെ തന്നെ ലേറ്റ് പേയ്മെൻറ്റ് ഇൻട്രസ്റ്റിനും നിങ്ങളെ അതിലേക്ക് വീണ് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് ഒരുപാട് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. രണ്ടാമത്തെ നമ്മൾ ലോൺ എടുക്കാൻ പാടില്ലാത്ത ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഫർണിച്ചർ വാങ്ങാൻ, ഹോം അപ്ലയൻസസ് വാങ്ങാനും നിങ്ങൾ ലോണിന് ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഇപ്പം TV വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്ന ധാരാളം ആളുകൾ എനിക്കറിയാം. TV വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുക, ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുക. കുറഞ്ഞ റേറ്റ് ഇൻട്രസ്റ്റ് ആണെങ്കിലും കൂടുതൽ റേറ്റ് ഇൻട്രസ്റ്റ് ആണെങ്കിലും ലോൺ എടുക്കുന്നത് സത്യത്തിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സേവിങ് കപ്പാസിറ്റിയെയും ഹാബിറ്റിനെയും തന്നെ ഇല്ലാണ്ടാക്കും. നിങ്ങളൊരിക്കലും തന്നെ കയ്യിലുള്ള ക്യാഷ് വരുന്നു, നിങ്ങൾ അത് മുഴുവൻ ചിലവാക്കുന്നു, അത്യാവശ്യം വരുമ്പോൾ വീണ്ടും ലോൺ എടുക്കുന്നു. ഒരിക്കലും തന്നെ സേവ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഹാബിറ്റിൻ്റെ പാർട്ടേ അല്ലാതായി മാറും. ഇത്തരത്തിൽ അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് പോലും ലോണിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ദുശ്ശീലം എന്ന് പറയുന്നത്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. സേവിങ് ഹാബിറ്റ് നഷ്ടപ്പെടും, മണി ഫ്ലോ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ കഴിയാതെ വരും. ഇൻ കേസ് എന്തെങ്കിലും അപകടം വന്നിട്ട് നിങ്ങൾക്ക് റീപേയ്മെൻറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ ക്രിട്ടിക്കലായിട്ടുള്ള ലേറ്റ് പേയ്മെൻറ്റ് ഫീസും അതുപോലെ തന്നെ ഇൻട്രസ്റ്റുകളും വരും. രണ്ടാമത്തെ ലോൺ എന്ന് പറഞ്ഞാൽ ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, അതല്ലെങ്കിൽ നമ്മളുടെ പ്ലഷർ ഐറ്റംസിന്, പ്ലഷർ അല്ലെങ്കിൽ കംഫർട്ടിൻ്റെ ഐറ്റത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും തന്നെ നിങ്ങൾ ലോൺ എടുത്ത് വാങ്ങിക്കരുത്. അത് വാങ്ങണമെങ്കിൽ ഓരോ മാസവും നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ ലാഭത്തിൽ നിന്നോ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റെഡി ക്യാഷായിട്ട് വാങ്ങിച്ചു നോക്കൂ. അപ്പോൾ റെഡി ക്യാഷിൽ ഒരു ഹാബിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് 500 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ റെഡി ക്യാഷിന് എല്ലാം വാങ്ങിച്ച് ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും ഒരു 200 അല്ലെങ്കിൽ 250 ഒതുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതാണ്. ലോണിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റെഡി ക്യാഷിന് പേ ചെയ്യുന്നതിനേക്കാളും റെഡി ക്യാഷിന് യൂസ് ചെയ്യുന്ന ഐറ്റത്തേക്കാളും ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിളോ ആയിട്ട് അദ്ദേഹത്തിൻ്റെ സ്പെൻഡിങ് ഹാബിറ്റ് കൂടുതലായിരിക്കും. സ്പെൻഡിങ് ഹാബിറ്റ് കൂടുമ്പോൾ ഡെഫിനറ്റ്ലി സേവിങ് ഹാബിറ്റ് കുറയും. സേവിങ് ഹാബിറ്റ് കുറയുമ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കുറയും. അത് നിങ്ങളുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ ബ്ലോക്ക് ചെയ്യും. ഇനി മൂന്നാമത്തേതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, പലപ്പോഴും പല ആളുകളും 2 രീതിയിൽ സ്മാർട്ടായിട്ട് ലോൺ എടുക്കാറുണ്ട്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നാട്ടിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 to 40% ഒക്കെയാണ് ഒരു നോർമൽ ലോണിന് ഇൻട്രസ്റ്റ് വരിക. ഗൾഫിൽ പലപ്പോഴും അതൊരു ഫ്ലാറ്റ് റേറ്റ് ആണെങ്കിൽ 7 അല്ലെങ്കിൽ 6.5, ഇനി ഡിമിനിഷിങ് ആണെങ്കിൽ 3.5 ഫ്ലാറ്റ് ആണെങ്കിൽ 3.5, അതുപോലെ തന്നെ 2% ലോൺ കിട്ടാറുണ്ട്. ഡിമിനിഷിങ് ആണെങ്കിൽ നാട്ടിലെ പോലെ ആണെങ്കിൽ 7% ലോൺ കിട്ടാറുണ്ട്. പലപ്പോഴും നാട്ടിൽ ലോൺ എടുത്ത് വല്ലാതെ ക്രൂഷ്യൽ സിറ്റുവേഷനിലായ ആളുകൾ ഗൾഫിൽ നിന്ന് കുറഞ്ഞ ഇൻട്രസ്റ്റിന് ലോൺ എടുത്തിട്ട് ഇവിടെ റീപേ ചെയ്ത് സെറ്റിൽ ചെയ്യാറുണ്ട്. ഇതൊരു നല്ല ശീലമാണ്. കാരണം ഞാനൊരിക്കലും മുമ്പ് ഒരു 10 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിരുന്നു. ലോൺ എടുത്ത സമയത്ത് നമ്മുടെ നോർമൽ ഒരു ബാങ്കിൽ തന്നെയാണ് നമ്മളെ ലോൺ എടുക്കുന്നത്. ഒരു 14% അങ്ങനെയാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാനൊരു 7 വർഷത്തേക്കാണ് ലോണിൻ്റെ പീരീഡ് ഇട്ടിരുന്നത്. 10 ലക്ഷം ലോൺ 7 വർഷം കഴിഞ്ഞ് അടക്കുമ്പോഴേക്കും ഏകദേശം 16.5 ലക്ഷം രൂപ ഞാൻ അടച്ചു തീർക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 2.25 ഞാൻ എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 2.25% ഇൻട്രസ്റ്റിൽ ലോൺ എടുത്തിട്ട് ഞാൻ ഇപ്പുറത്ത് 12% ഇൻട്രസ്റ്റിന് 13% ഇൻട്രസ്റ്റിന് ലോൺ ക്ലോസ് ചെയ്തു. അത് ഞാൻ പതുക്കെ ക്ലോസ് ചെയ്തു. അതൊരു ക്ലവർ മൂവ്മെൻറ്റാണ്. കാരണം ഒരു ഹ്യൂജ് എമൗണ്ട് എക്സസ് ആയിട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കുറഞ്ഞ ഇൻട്രസ്റ്റ് ലോൺ എടുത്തിട്ട് സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഒരു ക്ലവർ മൂവ്മെൻറ്റ് ഞാൻ നടത്തിയത് കൊണ്ടല്ല, അത് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ലോണുകൾ ഉണ്ട്, വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. 48% പല ക്രെഡിറ്റ് കാർഡുകളും ലോണിന് നമ്മൾ ഈടാക്കുന്നത്. അല്ലെങ്കിൽ മിനിമം 24% ക്രെഡിറ്റ് കാർഡ് ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലാതൊരു ലോൺ ഇല്ല ക്രെഡിറ്റ് കാർഡിൻ്റെ കേസിൽ. ഇപ്പോൾ ഇങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ലോൺ ഉണ്ടെങ്കിൽ കുറഞ്ഞ ഇൻട്രസ്റ്റിൻ്റെ ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് അത് സെറ്റിൽ ചെയ്യുന്നത് ഒരു ബുദ്ധിപൂർവ്വമായ നീക്കമാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി കുറച്ചും കൂടെ കൂട്ടാൻ അത് സഹായിക്കും. പക്ഷേ പല ആളുകളും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോണിന് ഹ്യൂജ് എമൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ക്രെഡിറ്റ് കാർഡ് ലോൺസോ
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വട്ടിപ്പലിശ ബ്ലേഡോ ഒക്കെ എടുത്തുകൊണ്ട് ആ ലോണിനെ, ബാങ്ക് ലോണിനെ അല്ലെങ്കിൽ കുറഞ്ഞ ലോണിനെ സെറ്റിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ലൈഫിൽ കൊണ്ടുവരാത്തതിൻ്റെ പ്രശ്നമാണ്. സേവിങ്സ് എന്ന് പറയുന്നതിന് നമ്മുടെ ലൈഫിൽ നിന്ന് ഉള്ളതിൽ നിന്ന് അല്ലെങ്കിൽ ചെലവഴിച്ചതിന് ശേഷം സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന രീതി അല്ല. മറിച്ച് നിങ്ങൾ ചെലവഴിക്കുന്നതിന് മുൻപൊരു സെർട്ടൈൻ എമൗണ്ട് സേവ് ചെയ്തിട്ട് അതിന് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, ലോൺ സെറ്റിൽമെൻറ്റിലേക്ക് നീക്കി വെക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ലോണിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയും. പതുക്കെ ഈ ഒരു പ്രാക്ടീസ് കൊണ്ടുവരികയാണെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് മുന്നോട്ട് പോകാനും കഴിയും. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തണമെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ പാലിക്കുകയും ഈ 3 ലോണുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. മൂന്നാമത്തെ ലോണ് കുറഞ്ഞ ഇൻട്രസ്റ്റ് ഉള്ള ലോണിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരിക്കാം ഹ്യൂജ് എമൗണ്ട് ലോൺ എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നതാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എപ്പോഴും ചിലവാക്കുന്നതിന് മുൻപ് ഒരു സെർട്ടൺ എമൗണ്ട് സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. അത്യാവശ്യമുള്ളിടത്ത് മാത്രം ചിലവഴിച്ചുകൊണ്ടും സ്പെൻഡ് ചെയ്തുകൊണ്ടും ബാക്കിയുള്ളത് സേവിങ്സിലേക്ക് കൊണ്ടുവിട്ടിട്ട് മാക്സിമം ലോണിൽ നിന്ന് പുറത്ത് കിടക്കുക. എപ്പോഴും ഏത് സാഹചര്യത്തിലും എന്തിനും ലോണിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിപരമായ നീക്കമൊന്നുമല്ല, അതൊരു മാനസിക രോഗം തന്നെയാണ്. വീട് വാങ്ങിക്കുക, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ബിസിനസ്, അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ഫൈനാൻസ് വേണ്ടി വരുന്ന സംഗതികൾക്കല്ലാതെ ചെറിയ കാര്യങ്ങൾക്ക് ഒരിക്കലും ലോണിനെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാംസ്, മണി മാറ്റേഴ്സ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം, എങ്ങനെയാണ് എംപ്ലോയി ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് തുടങ്ങിയ ബിസിനസ് മാസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോൾസ്, സക്സസ്, ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാംസ്, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, ഫാമിലി റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യണം തുടങ്ങിയ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മാറ്റം വരുത്തണം, എൻ്റെ ലൈഫിൽ എൻ്റെ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പലതരത്തിലുള്ള പ്രോഗ്രാംസും നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നിങ്ങളുടെ അടുത്ത നഗരത്തിൽ തന്നെ നമ്മൾ നിരന്തരമായിട്ട് നടത്താറുണ്ട്. GCC രാജ്യങ്ങളിൽ നടത്താറുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രാമിനെ കുറിച്ച് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ അടുത്ത ദിവസങ്ങളായിട്ട് കൊല്ലം ജില്ലയിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഈ സെപ്റ്റംബർ മാസത്തിൽ 3 പ്രോഗ്രാമുകൾ, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്ങുകൾ, ലൈഫ് ചേഞ്ചിങ് ട്രെയിനിങ്, ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ്സ്, സെൽഫ് മാസ്റ്ററി, എലൈറ്റ്, ഫാമിലി റിലേഷൻഷിപ്പ്, ബിസിനസ്, അങ്ങനെ വിവിധ മേഖലകളിൽ വലിയ സക്സസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാംസുകളെല്ലാം വിവിധ ജില്ലകളിലായിട്ട് നടക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ചോദിച്ചറിഞ്ഞ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രോഗ്രാമിന് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ തീരുമാനം തന്നെയാണ്. ഒരാളും വരില്ല നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ, നിങ്ങൾ തീരുമാനിച്ചാലല്ലാതെ. അതിനെ സഹായിക്കുന്ന പ്രോഗ്രാംസാണ് ഈ പറയുന്ന ഒരുപാട് പ്രോഗ്രാംസ് മെഞ്ചാലി ലൈഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ ഇതുപോലെ തന്നെ ലൈഫ് ചേഞ്ചിങ്, ബിസിനസ് റിലേറ്റഡ്, മണി മാറ്റേഴ്സ്, ഫാമിലി റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, സക്സസ്ഫുൾ ആകുന്ന പലതരത്തിലുള്ള പുതിയ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുമെങ്കിൽ നിങ്ങളെ ഏറ്റവും അടുത്ത ആളുകൾക്ക്, അതുപോലെ ലോണൊക്കെ എടുത്ത് എപ്പോഴും ലൈഫ് കുളമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അത് അവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ ഖസാക്ക് ബെഞ്ചാൽ.